Hello everyone, welcome to Premos Cookhouse. Premos Cookhouse-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഷീർ കുർമയാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്. അതുപോലെ ഒപ്പം തന്നെ ആ ബെൽ ഐക്കനോട് പ്രസ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷീർ കുർമ ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കനം കുറഞ്ഞ സേമിയ എടുത്തേക്കുന്നത്. നമുക്ക് കനം കൂടിയ സേമിയയും കിട്ടും, അത് എടുക്കണ്ട, അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ കനം കുറഞ്ഞ സേമിയ 75 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിറോഞ്ചി എന്ന് പറഞ്ഞ ഇതിനെ ചിറോഞ്ചി എന്നാണ് പറയുന്നത്, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓപ്ഷനല്ല, എടുക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതുപോലെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ വേണം, റേസിൻസ്. അതുപോലെ പിന്നെ ഞാൻ കുറച്ച് പറങ്ങാണ്ടി ഞാൻ വെള്ളത്തിൽ കുതിർത്തായിരുന്നു. ഒരു 2-3 മണിക്കൂർ പറങ്ങാണ്ടി കാഷ്യൂനട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിസ്ത ഞാൻ ഒരു 15 പിസ്ത എടുത്തിട്ടുണ്ട്, അതും 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. അതുപോലെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, അതൊരു 4-5 ഡേറ്റ്സ് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബദാം എടുത്തിട്ടുണ്ട്, ആൽമണ്ട്സ്, അതും വെള്ളത്തിൽ 2-3 മണിക്കൂർ കുതിർത്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ്. കുറച്ച് നമുക്ക് ഏലക്കാപ്പൊടി വേണം. അതുപോലെ മധുരത്തിന് വേണ്ടി ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നോക്കാം. മധുരം കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം. അതുപോലെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും ഒരു കുഴപ്പമില്ല. അതുപോലെ ആവശ്യത്തിന് നെയ്യ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ. ഷീർ കുർമയ്ക്ക് ആവശ്യമായ പാല് ഞാനിവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. 2 ലിറ്റർ പാലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സും സേമിയ എല്ലാം വറുത്തിടാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. നിങ്ങൾക്കിവിടെ കാണാം പാല് തിളച്ച് വന്നിട്ടുണ്ട് നല്ലവണ്ണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. പാലൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകണം, ഒത്തിരി അങ്ങ് കുറുകണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് കുറുകണം. അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പാല് തിളച്ചപ്പോൾ ഞാനിത് വേറെ ഗ്യാസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു ഗ്യാസിലോട്ട് ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആദ്യം ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. നെയ്യ് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്ക് അതിനകത്തേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് ഒരു 2 മിനിറ്റത്തേക്ക് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് മൊരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഡേറ്റ്സ് ഫ്രൈ ആയിട്ടുണ്ട്, അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. വറുത്തെടുത്തു. അതുപോലെ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് നമുക്ക് ക്രിസ്പി ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. അതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച് നെയ്യോടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ്, അതിനകത്തേക്ക് നമ്മൾ സേമിയയും കൂടെ ഇട്ട് കൊടുക്കാം. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇത് ഓൾറെഡി ഫ്രൈ ചെയ്ത് വരുന്നത് ആ പാക്കറ്റിൽ, എന്നാലും നമ്മളത് നെയ്ക്കകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുവരെ നമ്മുടെ പാലെല്ലാം അവിടെ ഒന്ന് കുറുകുന്നുണ്ട്. ഒത്തിരി നമുക്ക് കുറുക്കിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ബോയിലായിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക്. അതുവരെ നമുക്ക് ഇതെല്ലാം ഫ്രൈ ആക്കി റെഡിയാക്കി എടുക്കാം. നമ്മുടെ സേമിയ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. സേമിയ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പാൽ ഇവിടെ നല്ലവണ്ണം തിളച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നല്ലവണ്ണം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കുക. അപ്പോൾ കുറച്ച് ഞാൻ പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടി വെക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം നമ്മൾ സേമിയ വറുത്ത് വെച്ച് അതുകൂടെ നമുക്ക് ഇട്ട് ചേർക്കാം. സേമിയ ഒരുപാട് എടുക്കാൻ പാടില്ല. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ നമ്മുടെ സേമിയ പായസം അങ്ങ് കുറുകിയിരിക്കും. അങ്ങനെയല്ല നമുക്ക് വേണ്ടേ, ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പം സേമിയയും കൂടെ ഇട്ട് നമുക്ക് ഇനി സേമിയ വേവുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഈ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സേമിയ ഇട്ടതിന് ശേഷം നമുക്കിതിനകത്തേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മധുരം ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ മധുരം നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. അതല്ല കുറവ് ചേർക്കണമെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ മധുരം അനുസരിച്ച് ചേർക്കുക. പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ആയാലും ചേർക്കാം. മധുരം കുറച്ച് കുറവാണ്, അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷീർ കുർമ ഇവിടെ റെഡിയാവും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷീർ കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എന്നാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷീർ കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഉണ്ടാക്കാൻ ഒത്തിരി പാടൊന്നുമില്ല, എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഡേറ്റ്സും അതുമൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോസിന് കുറച്ച് പോരായ്മകളൊക്കെ കാണും. ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് തെറ്റുകളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.